നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ബഹിരാകാശത്തു നിന്നും സുനിത വില്യംസും സംഘവും തിരിച്ചെത്തിയതിൽ ഇന്ത്യയിലും ആഘോഷം. സുനിത വില്യംസിന്റെ ജന്മനാടായ ജുലാസൻ ഗ്രാമത്തിലാണ് ആഘോഷം. നിരവധി പേരാണ് സുനിതയുടെ മടങ്ങിവരവ് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത്. ലോകമാകെ ഉറ്റുനോക്കിയ സുനിത വില്യംസിന്റെ ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവ് ജന്മനാടും ആഘോഷമാക്കുകയാണ്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുനിത വില്യംസിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 3:27 സുനിത വില്യംസും സംഘവും ഭൂമിയിലെത്തിയത്. എരുമപ്പെട്ടി കുണ്ടന്നൂർ പള്ളിക്കു സമീപം ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രികരായ ചിറ്റാട്ടുകര നാലുപുരയ്ക്കൽ വീട്ടിൽ സന്ദീപ്, അതിഥി തൊഴിലാളിക്കുമാണ് പരിക്കേറ്റത്. അതിഥി തൊഴിലാളിയുടെ പരിക്ക് ഗുരുതരമാണ്. കുന്നംകുളം ഭാഗത്തു നിന്ന് വരികയായിരുന്ന ബൈക്കും പുറകിൽ വരികയായിരുന്ന ടോറസ് ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ നാട്ടുകാരും വടക്കാഞ്ചേരി എക്സ് പ്രവർത്തകരും ചേർന്ന് അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉപ്പുങ്ങലിലെ ഉപതോട് കയ്യേറി സ്വകാര്യ വ്യക്തി നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾ പൊളിച്ചു നീക്കാനാവശ്യപ്പെട്ട് പുന്നീർകുളം പഞ്ചായത്ത് നോട്ടീസ് നൽകി. പുഞ്ചകൃഷി നടന്നുകൊണ്ടിരിക്കുന്ന പരൂർ പടവ് പാടശേഖരം ഉപ്പുങ്ങലിലെ ഉപതോട്ടിലാണ് അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ളത്. 15 ദിവസത്തിനകം ഇവിടത്തെ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി പഞ്ചായത്തിനെ അറിയിക്കണം. പാടശേഖരത്തിനോട് ചേർന്നു പോകുന്ന ചെറുതോടാണ് കയ്യേറി നിർമ്മാണം നടത്തുന്നത്. പഞ്ചായത്ത് നടത്തിയ പരിശോധനയിൽ നിർമ്മാണ പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇത് പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തോടിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണുള്ളത്. ഉപ്പുങ്ങൽ സ്വദേശി അരിമ്പനയിൽ മുഹമ്മദ് കുട്ടിയുടെ പേരിലാണ് പഞ്ചായത്ത് നോട്ടീസ് നൽകിയത്. 100 അടി തോട്ടിൽ നിന്നും ഉൾത്തോടുകളിലേക്ക് വെള്ളമെത്തിക്കുന്ന തോട്ടിലാണ് കയ്യേറ്റം നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. 3 അടിയോളം വീതിയിൽ തോട്ടിലേക്ക് ഇറക്കിയാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. കോൺക്രീറ്റ് ചെയ്യാനായി ഇരുമ്പ് കമ്പികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ 15 ദിവസത്തിനകം ഇപ്പോൾ ചെയ്തിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൊളിച്ചു നീക്കി പഞ്ചായത്തിനെ വിവരം അറിയിക്കണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്ത് പൊളിച്ചു നീക്കുമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത്. തോടിന് സമീപത്താണ് പഞ്ചായത്തിന്റെ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത്. കോൾകൃഷി വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടുത്തിടെ തോടിന്റെ ആഴം കൂട്ടുകയും സംരക്ഷണ ഭിത്തി കെട്ടുകയും ചെയ്തിരുന്നു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. വ്യാപാരി വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വർദ്ധിപ്പിച്ച തൊഴിൽ കരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. 100 കണക്കിന് വ്യാപാരികൾ യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രകടനം സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി സമാപിച്ചു. തുടർന്നു നടന്ന സമരം സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ V ഗോപിനാഥ് അധ്യക്ഷനായി. അൻസിലൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലെനിൻ തൃശൂർ, മിൽട്ടൺ തലക്കോട്ടൂർ, EV ബൈജു, R രാധാകൃഷ്ണൻ, അബ്ദുൾ വാഹിദ്, പങ്കജ് വല്ലി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബദർ ദിനത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മഹല്ല് കമ്മിറ്റിയുടെ ലഹരി വിമുക്ത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ക്യാമ്പയിൻ മഹല്ല് ഖത്തീബ് അത്തീഖുർ റഹ്മാൻ ബാക്കവി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് അബ്ബാസ് കാരങ്ങൽ അധ്യക്ഷനായി. തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ് കുമാർ ക്ലാസ് എടുത്തു. വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ CP മധു, ത്വഹ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് മുഹസിൻ ഹാഷിമി എന്നിവർ സംസാരിച്ചു. ഈ ലഹരിക്കെതിരെ നമ്മുടെ രാജ്യത്ത് ആദ്യമായി ശബ്ദമുയർത്തിയത് നമ്മുടെ രാഷ്ട്രപിതാവാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരിക്കൽ ലഹരി സംബന്ധമായ ഒരു വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഒരേ ഒരു ദിവസത്തേക്ക്, വെറും 24 മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയാൽ ഞാൻ ആദ്യം ചെയ്യുക ലഹരി ഉണ്ടാക്കുന്ന, വിൽക്കുന്ന, സൂക്ഷിക്കുന്ന. കമ്മ്യൂണിസ്റ്റ് ആചാര്യനും ഐക്യ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയുമായ EMSന്റെ 27ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്രാഞ്ചുകളിലും ലോക്കൽ കേന്ദ്രത്തിലും പതാക ഉയർത്തി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ചരമവാർഷികത്തിന്റെ ഭാഗമായി ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. CF രാജൻ, AC രമേശ്, കൃഷ്ണൻ തുപ്പത്ത്, PR ബിനേഷ്, PK രമേശ്, RA അബ്ദുൾ ഹക്കീം, KB ബിജു എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായി പെരുമ്പിലാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡ് വിതരണോദ്ഘാടനവും ദ്വിഭാഷാ ആരോഗ്യ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, കേരള വ്യാപാരി വ്യവസായി സമിതി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ഹക്കീം അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി RGSA കോർഡിനേറ്റർ രാം പാണ്ഡെ ഹിന്ദി, മലയാളം ഭാഷകളിൽ തൊഴിലാളികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകാന്ത്,
പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ, അഷ്റഫ്, ഹെൽത്ത് ഇൻസ്പെക്ടർ പി മഹേഷ് എന്നിവർ സംസാരിച്ചു. ചരമം വാഗ പൊടിയാട വേലായുധൻ ഭാര്യ സരോജിനി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച എളവള്ളി വാതക ശ്മശാനത്തിൽ നടന്നു. ചാലിശ്ശേരി അങ്ങാടിയിൽ പഴയ പള്ളിക്ക് സമീപം താമസിക്കുന്ന ചീരൻ ഉട്ടൂപ്പ് മകൻ ഷാജു നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചാലിശ്ശേരി സെന്റ് ഔഗേൻസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ചിറക്കൽ രാമപുരം കണ്ടത്തുവളപ്പിൽ പരേതനായ അബുമകൻ അഷ്റഫ് നിര്യാതനായി. 45 വയസ്സായിരുന്നു. ഖബറടക്കം ചിറക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. പരേതയായ ഖദീജ മാതാവും ഫസീല ഭാര്യയുമാണ്. അൻസിൽ, റിൻഷ, ഷഹീൻ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.